നിങ്ങളൊരു ബിഗിനർ UPSC ആസ്പിറൻ്റ് ആണോ? ആൻഡ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണോ എന്നറിയില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വിനായകൻ ദിസ് ഇസ് UPSC വേൾഡ് ആൻഡ് 5 മിസ്റ്റേക്സ് യു ഷുഡ് അവോയ്ഡ് ആസ് എ ബിഗിനർ. പക്ഷേ തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ മിസ്റ്റേക്ക് നമ്മൾ സിലബസിന് ആവശ്യമുള്ള ടൈം കൊടുത്തില്ല എന്നുള്ളതാണ്. അത്യാവശ്യം ഒരു 1 or 2 വീക്സ് എടുത്തെങ്കിലും നമ്മൾ സിലബസ് കംപ്ലീറ്റ് മനഃപ്പാഠമാക്കിയെടുത്താൽ മാത്രമേ നമ്മളൊരു പോർഷൻ പഠിക്കുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, രണ്ടാമത്തൊരു മിസ്റ്റേക്ക്, നമ്മൾ ന്യൂസ് പേപ്പറിൽ ആവശ്യത്തിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു. 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സമയം പോകും. അതിന് പകരം കറണ്ട് അഫയേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് മന്ത്ലി മാഗസീൻസ് പ്രിഫർ ചെയ്യുക. ഈ ന്യൂസ് പേപ്പർ നമ്മൾ റീഡിങ് കോംപ്രിഹെൻഷനും നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. മൂന്നാമതൊരു മിസ്റ്റേക്ക്, നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. എന്നിട്ട് അവസാനം രാത്രി ഇരുന്ന് അയ്യോ ഇത് തീരുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് വേണം ഒരു ഡെയിലി പഠിക്കാനുള്ള കാര്യം നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നാലാമതായിട്ടുള്ളൊരു മിസ്റ്റേക്ക്, നമ്മൾ റിവിഷൻ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ടയേർഡാണ്, ഇന്നിന് എനിക്ക് പറ്റില്ല, നാളെ നോക്കാം, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് നോക്കാം, മനസ്സിലായില്ലെങ്കിലും വായിച്ചിട്ട് നാളെ നോക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്നതാണ്. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഡെയിലി പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? അഞ്ചാമതായിട്ട് ലാസ്റ്റ് ഒരു മിസ്റ്റേക്ക്, നമ്മൾ സെൽഫ് കമ്പയർ ചെയ്യുന്നതാണ്. നമ്മൾ ക്ലാസ്സിൽ നോക്കുമ്പോൾ നമുക്കറിയുന്ന എല്ലാവരും ഉത്തരം പറയാം, എന്നാൽ നമ്മളിത് ഇന്നലെ കേട്ടു എന്നല്ലാതെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയില്ല, പഠിച്ചില്ല, അയ്യോ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്, എനിക്ക് എന്താ ആ ഒരു ലോജിക്ക് മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞ് വിഷമിച്ച് കമ്പയർ ചെയ്യുന്നത്. UPSC പ്രിപ്പറേഷൻ ടേക്സ് ടൈം ഡെഫിനറ്റ്ലി, പക്ഷേ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. നമ്മൾ മാക്സിമം മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കി പ്രോപ്പറായിട്ടൊരു ഷെഡ്യൂൾ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ദി റിസൾട്ട് വിൽ ഡെഫിനറ്റ്ലി കം ടു യു. So do not worry, do not overthink. I'm Vinayak and this is UPSC World. Stay hydrated and I'm gonna go see you in the next video. And more mistakes are definitely DM me in Instagram or anywhere. I will talk to you. Bye. Take care.